ഹലോ ഗൈസ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കല്യാണമാണ് നവംബറിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് പരിപാടിയാണ് ഇന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. അതെ, വരമേ എൻ്റെ വരമേ. ഓക്കെ, ക്ലിക്ക് ചെയ്തോ? ക്യാമറ വണ്ടിയില്ല, ഞാൻ അങ്ങ് കയറി. അപ്പൊ അവിടെ തന്നെ രണ്ട് സൈഡ് നിറച്ച് ക്യൂ നിൽക്കുക, അകം അടച്ചേക്കുവാ. അത് ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കും. അപ്പോഴത്തേനുമാണ് ഇത്രയും ക്യൂ ഇങ്ങനെ വന്നത്. അപ്പൊ ഞാന് ദൈവം ഒന്ന് തുറന്ന് കണ്ടാ മതിയായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയും തുറക്കും. വഴക്കുണ്ടാക്കും. കുറെ നിൽക്കുന്ന കഴിയുമ്പോ അവര് പിന്നെ അടുപ്പാവും. ഇപ്പോഴല്ല, കുറച്ച് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് ആര്യബഡായുടെ കാഞ്ചീപുരം എന്ന് പറയുന്ന ഷോപ്പിൽ പോകാമെന്നായിരുന്നു. ഒരു ഷോപ്പ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എല്ലാ ഷോപ്പിലും ഒന്ന് കയറി എവിടെയാണോ നല്ല കളക്ഷൻസ് അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. പിന്നെ എവിടെ മിറർ കണ്ടാലും ഒരു മാൻഡേറ്ററി പിങ്ക് മുക്കിയാണല്ലോ. അങ്ങനെ ഞാനൊരു സാരി ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു ചേരുന്നുണ്ടോയെന്ന്. ആക്ച്വലി കളറും വർക്കും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻഗേജ്മെൻറ്റിന് ഞാൻ പിങ്ക് കളറായിരുന്നു. അപ്പോൾ പിങ്ക് കളർ വേണ്ട, വേറൊരു കളറിലേക്ക് പോകാമെന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ സാരി നോക്കിയില്ല. നല്ല വെയിറ്റ് ആണോ? ഇതെല്ലാം വ്ലോഗ് എടുക്കും, വ്ലോഗിൽ വരും. അതെ അതെ അതെ, ഞാൻ ഇടും ചേച്ചി, ഇടും, വേഗം തന്നെ ഇടും. അല്ലേ അച്ചുവിൻ്റെ ഇതിൽ പറ്റുന്നതോ? അച്ചു സീരിയസ് നല്ല സാരി അല്ലേ? നല്ല സാരി അല്ലേ? ഇത് ചുങ്കിടി ടൈപ്പ് അല്ലേ ഇത്? അല്ലേ? എനിക്ക് തോന്നിയത് എന്താണ്. ഇപ്പം നമ്മളുള്ളത് ജയലക്ഷ്മിയിലാട്ടോ. അങ്ങനെ ഞാനൊരു സാരി ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. നല്ല അടിപൊളി സാരി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു മാമ്പഴ മഞ്ഞ കളർ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ എടുത്തില്ല, പിന്നീട് നമ്മൾ എടുക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മിറർ കണ്ടാൽ ഞങ്ങൾക്ക് വിടാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻസ് ഇട്ട് ഞങ്ങൾ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കും. അതാണ് ദേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റാണ്. അത് ചേട്ടാ വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ അടിച്ചിട്ട് ഫുഡിലേക്കായിരിക്കും പോകുന്നത്. ഹായ് ചേച്ചി. ഹായ്. അതെ, ആക്ച്വലി ജയലക്ഷ്മിയിൽ നിന്ന് നമുക്ക് കുറച്ച് സാരീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഇഷ്ടം പോലെ സാരീസ് എടുക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി ഷോപ്സിലൊക്കെ നമുക്കൊന്ന് കയറി നോക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാട്ടോ. നിങ്ങൾ രശ്മി ചിറ്റെ ഫോളോ ചെയ്യേ.
പഠിപ്പിച്ചത് കടലക്കറിയും പഴം. പൊതിച്ചോറന്നെ ഇഷ്ടല്ലേ? ഞാൻ എപ്പോഴും അതുപോലെ പുട്ടും മുട്ടക്കറിയും നല്ല ഇതാണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കും, വായിക്ക് ടേസ്റ്റ് ഉണ്ടാക്കാൻ. പുട്ടും മുട്ടക്കറിയും എനിക്കത് ഇഷ്ടമില്ല. കഴിച്ചു നോക്കി, ഇതന്നെ അച്ഛൻ്റെ മോളല്ലേ. സാധാരണ പൊതിച്ചോറ് ഞാൻ അങ്ങനെ വിചാരിച്ചേ, പക്ഷേ ഇത് ഹായ്. ഇനി നിങ്ങൾ കഴിച്ചോ, ഞാൻ ചേച്ചിയുടെ ഹായ് പോയി. എങ്ങനെയുണ്ട് ഫുഡ്? എനിക്ക് പ്ലേറ്റ് വന്നാൽ മതി. നല്ലതാണോ? നല്ലതാണോ ഒക്കെ? അയ്യോ, നല്ലൊരു ഹെവി മീലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡുമായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ ഷീമാട്ടിയിലെത്തി. അപ്പോൾ സാരീസൊക്കെ നമ്മൾ കൊടുക്കാനുള്ളവർക്കൊക്കെ നോക്കുവാണ്. ഇതിപ്പോൾ ഞാനാണ് മോഡലായിട്ട് നിൽക്കുന്നത്, എനിക്കെടുക്കാനല്ല കേട്ടോ, ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ വെച്ച് നോക്കി എടുക്കുവാണ്. അങ്ങനെ ഫൈനലി ഇതേ ഇപ്പോൾ കാണുന്ന സാരി നമ്മൾ എടുത്തിട്ടുണ്ട്. No, I didn't. We just looked at. Wow. See? Hi. എല്ലാവരും നല്ല ടയേർഡായിട്ടോ, കാരണം നമുക്ക് കുറച്ച് സാരീസ് കിട്ടിയിട്ടുള്ളൂ, ഇനി നമുക്ക് സാരീസ് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എറണാകുളം ബ്രോഡ്വേയിലുള്ള ശങ്കരനാരായണ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് നോക്കിയത്. അതിൻ്റെ ഫുൾ നെയിം വരുന്നത് TAK ശങ്കരനാരായണ അയ്യർ ബ്രദേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മസ്റ്ററി ഷോപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ, കാരണം ഇപ്പം ഈവൻ ഫോർ ബ്രൈഡ്സ് ഓൾസോ, ലൈക്ക് കുറേ പേരൊക്കെ മിനിമൽ ലുക്സൊക്കെ നോക്കുന്ന, കാഞ്ചീപുരം സാരീസ് നോക്കുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ, മിനിമൽ. അപ്പോൾ അവർക്കും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് റിലേറ്റീവ്സിനൊക്കെ വെഡ്ഡിങ് ഫംഗ്ഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മസ്റ്ററി ഷോപ്പ് തന്നെ ആണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. നിനക്കെന്നാ തോന്നുന്നു? കാണുന്നവരോട് അനുഭവം പറ. ഞാൻ അതെ, കുഴപ്പമില്ല. അതോടെ മാറ്റി വെക്കും. നീ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നല്ല. ഇല്ല അല്ല മോളെ. നീ ഈ കളറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, കളറൊന്നും മെറൂണാണ്, റെഡല്ല. പറഞ്ഞേ. Finally we reached home. അപ്പുകുട്ടി, നമ്മുടെ ചക്കരക്കുട്ടനാണോ? എന്താടി നീ കഴിച്ചത്? നിന്റെ വായൊന്ന് കാണിക്കേ. നീ ചെല്ലു വേണ്ടോന്ന്, നീ ചിക്കൻ തിന്നോന്ന്. ഇനി നീ വാടിയെന്ന് എടി, 5 നീ വാടിയെന്ന്. എനിക്ക് അതിനകത്ത് നോക്കുവാണേ, മോനുണ്ട് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ചിക്കൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി. വരൂ അപ്പൂ. എന്റെ അമ്മ, എന്റെ അമ്മയുടെ ഇനി ഞാൻ പോട്ടെ. അയ്യോ എന്റെ അമ്മ. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി കേട്ടോ. എല്ലാവരും നല്ല ടയർഡാണ്, പക്ഷെ കുറേ അടിപൊളി സാരീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.